ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് സ്ഥിരീകരണമായി VSSയിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനാ ഫലം പുറത്തുവന്നു. 1998 പൊതിഞ്ഞ സ്വർണത്തിന്റെ അളവ് കുറഞ്ഞുവെന്ന് കണ്ടെത്തൽ. ദ്വാരപാലക കട്ടിളപ്പാളികളിലാണ് വ്യത്യാസം. പാളികളുടെ ഭാരത്തിലും മാറ്റമുണ്ട്. റിപ്പോർട്ട് SIT നാളെ ഹൈക്കോടതിയിൽ സമർപ്പിക്കും. TG സജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. സജിത്ത്, ഗുഡ് മോർണിംഗ്. വളരെ നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. VSSയിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനാ ഫലം പുറത്തുവരുമ്പോൾ എന്ത് പ്രതീക്ഷിക്കണം? എന്തൊക്കെയാണ് റിപ്പോർട്ടിൽ പറയുന്നത്? ഭവ്യ, ഗുഡ് മോർണിംഗ് ഭവ്യ. എന്തായാലും അതിസുപ്രധാനമായ ചില കണ്ടെത്തലുകളിലേക്ക് കടക്കുകയാണ്. കാരണം ഇതുവരെ നടത്തുന്ന ശബരിമലയിലെ സ്വർണ്ണമോഷണം സംബന്ധിച്ച് ഇതുവരെ നടത്തിയ അന്വേഷണങ്ങളെല്ലാം പോലീസിൻ്റെ SITയുടെ വിവിധ കണ്ടെത്തലുകളും മൊഴികളുമൊക്കെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതായിരുന്നു. പക്ഷേ അതിനപ്പുറം ശാസ്ത്രീയമായ ഒരു പരിശോധനാ ഫലത്തിൻ്റെ കണക്കെടുപ്പാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. അത് വിക്രം സാരാഭായ് സ്പേസ് സെൻ്ററിലെ വിദഗ്ധരാണ് ഇത് സംബന്ധിച്ച പരിശോധന നടത്തിയത്. നേരത്തെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ ഒരു ശാസ്ത്രീയ പരിശോധന ആവശ്യമുണ്ടോ എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് VSSയിലെ ഉദ്യോഗസ്ഥരെത്തി ശബരിമലയിൽ പരിശോധന നടത്തിയത്. അതായത് ഈ പാളികൾ അവിടുന്ന് പൂർണ്ണമായും ഇളക്ക് മാറ്റാതെ അതിൽ എന്ത് സ്വർണത്തിൻ്റെ നഷ്ടമുണ്ടായി, പഴയ പാളി തന്നെയാണോ അവിടെ സ്ഥാപിക്കപ്പെട്ടത്, ഇതടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധിച്ചത്. ഈ റിപ്പോർട്ടിലാണ് ഗുരുതരമായ ചില കണ്ടെത്തലുകൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം VSSE കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് ഇപ്പോൾ SITക്ക് കൈമാറിയിരിക്കുകയാണ്. ആ റിപ്പോർട്ടിലെ കണ്ടെത്തലിൻ്റെ പ്രധാന സൂചനകൾ ഇങ്ങനെയാണ്. ഒന്ന്, അവിടെ കാര്യമായ അളവിലുള്ള സ്വർണ്ണ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ എത്ര അളവിലുള്ള നഷ്ടം എന്നത് സംബന്ധിച്ച റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ നാളെ കോടതിക്ക് മുമ്പിൽ വരികയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ സംബന്ധിച്ച സൂചനകൾ ഈ റിപ്പോർട്ടിലുള്ളത്, അവിടെ സ്ഥാപിക്കപ്പെട്ട പാളി പഴയ പാളിയാണോ അല്ലയോ എന്ന വിലയിരുത്തൽ ഇതിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് പാളിയുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ കഴിയുന്ന ശാസ്ത്രീയമായ പരിശോധനയാണ് നടത്തിയിരിക്കുന്നത്. ആ പരിശോധന റിപ്പോർട്ടാണ് ഇപ്പോൾ SITയുടെ കൈവശമുള്ളത്. അതിഗുരുതരമായ കണ്ടെത്തലുകൾ ഈ റിപ്പോർട്ടിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് വലിയ രീതിയിലുള്ള സ്വർണ്ണ നഷ്ടം ഈ പാളികളിൽ ഉണ്ടായിട്ടുണ്ട്. മുമ്പ് സ്വർണം പൂശിയ പാളികൾ വീണ്ടും പൂശുന്നതിന് വേണ്ടി കൊടുത്തുവിട്ടപ്പോൾ ആദ്യമുണ്ടായ സ്വർണത്തിൻ്റെ അളവിൽ വലിയ രീതിയിലുള്ള നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന കണ്ടെത്തലുണ്ടാവുന്നു. ഒപ്പം തന്നെ ആദ്യത്തെ പാളിയിലും മാറ്റമുണ്ട് എന്ന സൂചനകൾ കൂടിയുണ്ട്. നാളെ എന്തായാലും ഈ റിപ്പോർട്ടിൻ്റെ പൂർണ്ണ വിശദാംശങ്ങൾ കോടതിയുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഇടക്കാല റിപ്പോർട്ട് SIT വീണ്ടും നാളെ ഹൈക്കോടതിയുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. ആ റിപ്പോർട്ടിൽ ഈ VSSയുടെ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ കൃത്യമായി തന്നെ വിവരിക്കും. അങ്ങനെയെങ്കിൽ ഇതുവരെ പുറത്തു വന്നതിനും വ്യത്യസ്തമായി ശബരിമലയിലെ സ്വർണ്ണമോഷണത്തിൻ്റെ വ്യാപ്തി എത്രമാത്രം എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവാണ് വരുന്നത്. ഈ ശാസ്ത്രീയ പരിശോധനാ ഫലം വരികയാണ് ചെയ്യുന്നത്. ഇതുവരെ ഈ സ്വർണ്ണ നഷ്ടത്തിൻ്റെ കണക്കെടുത്തത് സ്മാർട്ട് ക്രിയേഷൻസ് അടക്കമുള്ള സ്ഥാപനങ്ങളിൽ അവിടെ നടത്തിയ അവരിൽ നിന്നുള്ള മൊഴിയെടുപ്പ്, അവർ അവിടെ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്ത സ്വർണത്തിൻ്റെ അളവ്, ഇത് മൊഴികളുടെയും മറ്റ് തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ SIT കണക്കെടുത്തതാണ് സ്വർണ്ണനഷ്ടം. അതിനപ്പുറം ഇപ്പോൾ ശാസ്ത്രീയമായി സ്വർണ്ണനഷ്ടം എത്രമാത്രം ഉണ്ടായിട്ടുണ്ട് എന്ന കണക്കെടുപ്പാണ് പൂർത്തിയായിരിക്കുന്നത്. അതാണിപ്പോൾ കോടതിയുടെ പരിഗണനയ്ക്ക് വരാൻ പോകുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഗുരുതരമായ കണ്ടെത്തലുകൾ ഉണ്ട്. അത് ശബരിമലയിൽ ഗുരുതരമായ ക്രമക്കേടുകൾ നടന്നു എന്ന കണ്ടെത്തലിലേക്ക് തന്നെയാണ് വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായ ഒരു കാര്യമുള്ളത്, ഈ സ്വർണ്ണക്കടത്തിന് പിന്നാലെ, അതായത് സ്വർണം അവിടുന്ന് അപഹരിച്ചു കൊണ്ടുപോയി എന്നതിനപ്പുറം പുരാവസ്തു മാഫിയ, അന്താരാഷ്ട്ര ബന്ധമുള്ള പുരാവസ്തു സംഘത്തിൻ്റെ ഇടപെടൽ നടന്നിട്ടോ എന്ന കാര്യം ഇപ്പോഴും സംശയത്തിൻ്റെ നിഴലിലാണ്. അത് സംബന്ധിച്ച കണ്ടെത്തലുകളും ഈ VSSയുടെ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ആദ്യം അവിടെ സ്ഥാപിച്ചിരുന്ന പാളി, ആ പാളിയിലാണ് സ്വർണം പൂശിയത്. അത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാണ് വീണ്ടും സ്വർണം പൂശാൻ വേണ്ടി പാളി പുറത്തോട്ട് കൊണ്ടുപോയത്. അപ്പോൾ പൂശിയ ശേഷം പുറമേ തിരികെ കൊണ്ടുവന്ന പാളി പഴയ പാളി തന്നെയാണോ അതോ ആ പാളി മാറ്റി പുതിയ പാളിയാണോ സ്ഥാപിച്ചത് എന്ന കാര്യം കൂടിയുണ്ട്. അങ്ങനെയെങ്കിൽ പഴയ പാളി എവിടെ പോയി എന്ന ചോദ്യത്തിന് ഉത്തരം വരും. അവിടെയാണ് പുരാവസ്തു സംഘം, മാഫിയ അടക്കമുള്ളവരുടെ ഇടപെടൽ സംബന്ധിച്ച കണ്ടെത്തലുകളിലേക്ക് കൂടി പോകുന്നത്. അങ്ങനെയെങ്കിൽ ഇതുവരെ പ്രത്യേക അന്വേഷണ സംഘം നടത്തി വന്നിരുന്ന അന്വേഷണത്തിൻ്റെ അതിൻ്റെ ദിശ മാറ്റുന്ന ചില സൂചനകൾ പോലും ഈ കണ്ടെത്തലുകളിൽ ഉണ്ടായേക്കാം. നാളെ നിർണായകമാണ്. നാളത്തെ ദിവസം ഈ റിപ്പോർട്ടിൻ്റെ പൂർണ്ണ രൂപം കോടതിക്ക് മുന്നിൽ വരികയാണ്. ആ കണ്ടെത്തലുകൾ സംബന്ധിച്ച ഒരു വ്യക്തമായ ചിത്രം നമുക്കും വ്യക്തമാകാൻ കഴിയും നാളെ തന്നെ. ശരി, TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.